ചന്തുമോൾ അനന്തപുരിയിലെത്തിയ പിന്നെ ആദർശിനെ പലരും പല കാര്യത്തിനും കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിൽ പ്രധാനമായും ജലജയും അഭിയും ആദർശിനെ പല രീതിയിലും കൊച്ചാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ജാനകിയും അനാമികയും. അതുമാത്രമല്ല, നയനയും ഇതേ കാര്യം പറഞ്ഞ് അവരെല്ലാവരെയും വളരെയധികം കളിയാക്കുന്നും വേദനിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നയനയും ആദർശും ചന്തുമോളുടെ അച്ഛൻ ആരാണെന്ന് അറിയാൻ ഉറപ്പിച്ച് കിരണിൻ്റെ സഹായം തേടുവാണ്. അവർ കിരണിനെ കണ്ടിട്ട് കിരണിൻ്റെ കയ്യിൽ ചന്തുമോളുടെയും അഭിയുടെയും അതുപോലെ തന്നെ ആദർശിൻ്റെയും ഹെയർ സാമ്പിൾസ് കൊടുക്കുവാണല്ലോ. അങ്ങനെ കിരൺ ആണെങ്കിൽ ഈ DNA ടെസ്റ്റ് റിപ്പോർട്ട് ആരും അറിയാതെ കയ്യിലെത്തിക്കാമെന്ന് ഉറപ്പ് നൽകി പോവുകയാണ്. എന്നാൽ ഈ സമയത്തൊക്കെ അഭിയാണെങ്കിൽ ആദർശാണ് കുറ്റക്കാരൻ എന്ന രീതിയിൽ പലപ്പോഴും ആദർശിനെ കൊച്ചാക്കി സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ നയനയെ കാണുമ്പോൾ നയന കാശിന് വേണ്ടിയിട്ടാണ് ആദർശ് ചെയ്ത തെറ്റൊക്കെ ക്ഷമിക്കുന്നതെന്നും കാശിന് വേണ്ടിയിട്ടാണ് അനന്തപുരി തറവാട്ടിൽ നല്ല മരുമകളായി നിലകൊള്ളുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ അവളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. എന്നാൽ നയനയാവട്ടെ DNA ടെസ്റ്റ് റിപ്പോർട്ട് വരുന്നത് വരെ അഭിയോട് തിരിച്ചു മറുപടിയൊന്നും പറയാതെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും കിരൺ ആണെങ്കിൽ ആദർശിനെ വിളിച്ചിട്ട് DNA ടെസ്റ്റ് റിപ്പോർട്ട് റെഡിയായി എന്ന് പറയുവാണ്. അങ്ങനെ ആദർശം നയനയും കൂടിയിട്ട് കിരണിനെ കാണാൻ ചെല്ലുന്നു. അപ്പോൾ കിരൺ പറയുവാണ്, ഇത്രയും നാളും കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നു, നീ പ്രതീക്ഷിച്ച ആൾ തന്നെയാണ് പ്രതി, DNA ടെസ്റ്റ് റിപ്പോർട്ട് നീ തന്നെ വായിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് ആദർശിൻ്റെ കയ്യിലേക്ക് ആ റിപ്പോർട്ട് കൊടുക്കണം. ആ സമയം ആദർശൻ നയനയും കൂടിയിട്ട് ആ റിപ്പോർട്ട് നോക്കുമ്പോൾ അവരാകെ ഷോക്കായി പോവാണ്. ചന്തുമോളുടെ അച്ഛൻ അഭിയായിരിക്കുമെന്ന് അവരൊക്കെ സംശയിച്ചിരുന്നുവെങ്കിലും അതിൽ അവർക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. എന്നാൽ റിപ്പോർട്ടിൽ അഭിയുടെ പേര് കാണുമ്പോൾ അവർ രണ്ടുപേരും ആകെ ഷോക്കായി പോവാണ്. കാരണം അഭി ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമായിരുന്നുവെങ്കിലും വിവാഹത്തിന് മുമ്പ് അഭിക്ക് ചില ബന്ധങ്ങൾ ഉള്ളതായി അറിയാമായിരുന്നുവെങ്കിലും ഇത്രയും വലിയ കൊടുംചതി അഭി ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അതുമാത്രമല്ല, അവൻ അനഘയെയും ചന്തുമോളെയും ആദർശിനെയും അനന്തപുരി തറവാട്ടിലെ ഓരോ അംഗങ്ങളെയും അവൻ ഒരുപോലെ ചതിച്ചിരിക്കുകയാണ്. സ്വന്തം മകളാണ് തൻ്റെ കൺമുന്നിലുള്ളത് എന്ന് അറിഞ്ഞിട്ടും കൂടി അവൻ ആ കുഞ്ഞിൻ്റെ പിതൃത്വം മറ്റൊരാളുടെ തലയിൽ കെട്ടിവെച്ച് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത ഒരു വൻ ചതി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആദർശ് പറയാണ്, വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അഭിയുടെ അമ്മയെ ആ തറവാട്ടിലേക്ക് കൊണ്ടുവന്നതാണ് എല്ലാത്തിനും കാരണം. അവർ ആ തറവാട്ടിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് തറവാട്ടിലെ എല്ലാവരും വളരെ സന്തോഷത്തോടെ കഴിഞ്ഞതിന്. അപ്പം നയന പറയാണ്, നവ്യ ചേച്ചി ഇപ്പോൾ അഭിയെ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. അഭി മാറിയെന്നും കുഞ്ഞിനെയും നവ്യ ചേച്ചിയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും വിശ്വസിച്ച് കഴിയുകയാണ് നവ്യ ചേച്ചി. ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ ആ പാവത്തിന് ഇങ്ങനെ താങ്ങാൻ കഴിയും? ഞാൻ എങ്ങനെ ഈ നവ്യ ചേച്ചിയോട് ഈ സത്യങ്ങളൊക്കെ പറയുന്നു? അപ്പോൾ കിരൺ പറയാണ്, ഇപ്പോൾ എന്തായാലും നിങ്ങൾ അഭിയോടും മറ്റുള്ളവരോടും ഒന്നും ഈ സത്യം പറയണ്ട. അഭിയെ ഇനി നിങ്ങൾ നന്നായി വാച്ച് ചെയ്യണം. അവൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് തെളിവ് സഹിതം നിങ്ങൾ കണ്ടെത്തിയിട്ട് വേണം അവനെ എല്ലാവരുടെ മുന്നിലും കുറ്റക്കാരനാക്കി നിർത്താനെന്ന് പറയാണ്. അങ്ങനെ നയനയും അത് ശരിവെക്കുകയാണ്. അല്ലാതെ ഈ ഒരു റിപ്പോർട്ടും കൊണ്ടുപോയിട്ട് അഭിയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭി അത് മറച്ചു വെക്കാനായിട്ട് വേറൊരു കള്ളക്കഥ കെട്ടിച്ചമയ്ക്കും. അതുകൊണ്ട് തന്നെ കിരണേട്ടൻ പറഞ്ഞതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയണം. അങ്ങനെ ആദർശ് കിരണിനോട് വളരെയധികം താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, എന്തിനാടാ താങ്ക്സ്? ഞാൻ എൻ്റെ സുഹൃത്തല്ലേ, സുഹൃത്തിനൊരു അപകടം വരുമ്പോൾ സഹായിക്കേണ്ടത് എൻ്റെ കടമയല്ലേ, ഞാൻ എൻ്റെ കടമയല്ലേ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് കിരണാണെങ്കിൽ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ നയന പറയാണ്, ആദർശേട്ടൻ ഈ സത്യം മറ്റാരും അറിഞ്ഞില്ലെങ്കിലും ആദർശേട്ടൻ്റെ അമ്മ ഉറപ്പായും അറിയണം. ചന്തുമോളുടെ അച്ഛനാണ് ആദർശേട്ടൻ എന്ന് വിശ്വസിച്ച് അമ്മ ആദർശേട്ടനെ തല്ലിയില്ല. അതുമാത്രമല്ല, ആദർശേട്ടനെയും ചന്തുമോളെയും അമ്മ ഒരുപോലെ അകറ്റി നിർത്തിയിരിക്കുവാണ്. ഇനിയെങ്കിലും അമ്മ ഈ സത്യങ്ങളൊക്കെ അറിയണം എന്ന് പറഞ്ഞിട്ട് നയനയാണെങ്കിൽ അനന്തപുരിയിലോട്ടെത്തി ദേവയാനിയെ കാണുകയാണ്. ദേവയാനിയെ കണ്ടിട്ട് അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതിനു മുമ്പ് അമ്മ ഈ റിപ്പോർട്ട് ഒന്ന് വായിക്കണം എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ദേവയാനിയാണെങ്കിൽ ആ റിപ്പോർട്ട് തുറന്ന് വായിക്കുമ്പോഴത്തേക്കും ദേവയാനി ആകെ ഷോക്കായി പോവാണ്. എന്നിട്ട് ദേവയാനി നയനയോട് ചോദിക്കണം, എന്താ മോളെ ഇതിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ചോദിക്കുമ്പോൾ നയന പറയും, അതെ അമ്മേ, ആദർശേട്ടനെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ആരും അറിയാതെ ചന്തുമോളുടെ അച്ഛൻ ആരാന്നറിയാൻ ഒരു DNA ടെസ്റ്റിന് കൊടുത്തിരുന്നു. അതിന് കിരണേട്ടൻ്റെ സഹായവും തേടിയിരുന്നു. അങ്ങനെ കിരണേട്ടൻ കൊണ്ടു തന്ന റിപ്പോർട്ടാണിത്. ഇതിൽ അഭിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. ദേവയാനിയാണെങ്കിൽ ആ സമയത്ത് നയനയോട് ചോദിക്കുകയാണ്, മോളെ എന്നാലും അവൻ എന്തൊരു ചതിയാണ് ചെയ്തത്? സ്വന്തം കുഞ്ഞ് തൻ്റേതല്ലെന്ന് പറഞ്ഞതും പോരാന് അത് ആദർശിൻ്റെ തലയിൽ അവൻ കെട്ടിവെച്ചില്ലേ? മഹാപാപമല്ലേ അവൻ ചെയ്തത്? അവനോട് എങ്ങനെ ക്ഷമിക്കാൻ കഴിയുമെന്ന് ചോദിക്കണം. അപ്പോൾ നയന പറയാണ്, അവൻ ചെയ്തത് മഹാപാപം തന്നെയാണമ്മേ. അവനിപ്പോൾ നവ്യേച്ചിയോടും കുഞ്ഞിനോടും കാട്ടുന്നത് വെറും അഭിനയം മാത്രമാണ്. അവന് എല്ലാവരുടെ മുമ്പിലും സൽപ്പേര് നേടി അവന് സ്ഥാനം പിടിച്ചെടുക്കാനുള്ള വെറും അഭിനയം. അപ്പോൾ ദേവയാനി പറയാണ്, ഇനി അവനെ വെറുതെ വിടാൻ പാടില്ല, ഇപ്പം തന്നെ അത് അവനോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേവയാനി പോകാൻ നിൽക്കുമ്പോൾ നയന പറയും, ഇല്ല അമ്മേ, ഇതൊന്നും പുറത്ത് പറയാനുള്ള സമയമായിട്ടില്ല, ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലും ആദർശേട്ടനെ നിഷ്കളങ്കനാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെട്ടിച്ചമച്ച കഥയാണെന്ന് അവൻ പറയും. അതുമാത്രമല്ല, എല്ലാ തെളിവുകളും കൂടിയേ നമുക്ക് അഭിയെ ചോദ്യം ചെയ്യാൻ കഴിയുള്ളൂ.
അപ്പച്ചിക്കും ഇതിലെന്താ പങ്ക് എന്നൊക്കെ നമുക്ക് അറിയാനുണ്ട് അമ്മേ. അതുകൊണ്ട് ഈ വിവരം മറ്റാരും അറിയണ്ട. അമ്മ ആദർശേട്ടനെ അകറ്റി നിർത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സത്യം അമ്മയോട് പറയുന്നത്. അമ്മ ഇനിയെങ്കിലും ചന്തുമോളോടും ആദർശേട്ടനോടും ദേഷ്യമൊന്നും കാട്ടരുത്. ചന്തുമോൾ എന്ത് തെറ്റാണ് അമ്മയെ ചെയ്തത്? അബിയെ പോലെ ഒരു ദുഷ്ടൻ്റെ ചതിയിൽപ്പെട്ട് അനഘ ആ കുഞ്ഞിന് ജന്മം നൽകി എന്നൊരു തെറ്റ് മാത്രമല്ലേ സംഭവിച്ചുള്ളൂ. ശരിക്കും നമ്മളൊക്കെ ദേഷ്യം കാട്ടേണ്ടതും അകറ്റി നിർത്തേണ്ടതും അബിയെയും അവളുടെ അമ്മയും അല്ലേ എന്നൊക്കെ പറയാണ് നയന. അങ്ങനെ ദേവയാനി പറയുന്നുണ്ട്, ശരി മോളെ, നീ പറഞ്ഞതുപോലെ ഈ സത്യങ്ങളൊന്നും ഞാനിപ്പോൾ ആരോടും പറയുന്നില്ല. എന്നാലും എനിക്കൊരിക്കലും ഇങ്ങനെ ഒരു തെറ്റിന് അബിയോട് ക്ഷമിക്കാൻ കഴിയില്ല. സമയം വരുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ അവൻ്റെ കാരണത്തടിച്ചിരിക്കുമെന്ന് ദേവയാനി പറയാണ്.